എന്നും രാവിലെ മുൻവശത്തെ ഡോറ് തുറന്നിട്ട് മുറ്റത്ത് പോയിട്ട് കുറച്ച് സമയം ആ ഒരു കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ഭയങ്കര റിലാക്സ് ആകുന്ന പോലെ തോന്നാറുണ്ട്. മഴയൊന്നും ഇല്ലെങ്കിലും ചെറിയ തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ സമയം അത് നോക്കി നിൽക്കാനുള്ള സമയമൊന്നുമില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാനുണ്ട്. അപ്പോൾ ആ ഒരു തണുപ്പിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചി ചായ ഇട്ടിട്ട് കുടിച്ചേ. ഇനിയിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മൈസൂർ മസാല ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മസാലയും ചട്നിയും ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ടെടുത്തു. കുറച്ച് ബട്ടറോ ഗീയോ ഒക്കെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അതിലിങ്ങനെ മൊരിഞ്ഞ് വരണം നമ്മളെ മസാല ദോശ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ, ചെടിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. മഴയൊന്നും ഇല്ലാത്തൊരു സമയത്തല്ലേ ഇതിനൊക്കെ ടൈം കിട്ടുള്ളൂ. അപ്പോൾ ആന്തൂര്യത്തിൽ എക്സ്ട്രാ ഉള്ള ലീഫും അതുപോലെ തന്നെ ഇങ്ങനെ ഫ്ലവർ വന്നിട്ടുള്ള ആ ഒരു തണ്ടലൊന്ന് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം പിന്നെ ഞാൻ അകത്ത് കയറി വേഗം കുളിയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒന്ന് ജസ്റ്റ് ഒരു ക്ലീനിങ്ങും നടത്തിയിട്ടാണ്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഇന്ന്. ഒരു ഗസ്റ്റ് അല്ല, കുറച്ച് ആളുകളുണ്ട്. എൻ്റെ ഏട്ടത്തിയും മക്കളും എല്ലാവരും കൂടിയാണ് കേട്ടോ വരുന്നുണ്ട് ഉച്ചക്കത്തേക്ക്. അപ്പോൾ ഞാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ വേഗം പുഡിങ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടോ. പിന്നെ ഇത് ബിരിയാണിയിലേക്കുള്ള മസാലക്കുള്ള ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചു. ബീഫ് വേവിച്ചു. അങ്ങനെ പിന്നെ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം, അതിനിടയിൽ നമ്മൾ ബീഫ് ബിരിയാണി ദം ചെയ്തു. അങ്ങനെ പിന്നെ വെൽക്കം ഡ്രിങ്കും ആക്കി ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അങ്ങനെ ഇതാ അവർ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡൊക്കെ എടുക്കട്ടെ. നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. റംബുട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒറ്റൊന്നും നമുക്ക് കിട്ടൂല കേട്ടോ. അങ്ങനെ ഇതാ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തെരഞ്ഞ് പറിക്കലാണ് കേട്ടോ ഇവരെല്ലാവരും. ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നല്ല ദം ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ പുഡിംഗ് ഒക്കെ കഴിച്ചത്. ഇനിയിപ്പോൾ അവർ പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ.